ഈ വീഡിയോയിൽ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നതെന്നാൽ നിങ്ങൾ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ 4ഉം 5ഉം കാര്യങ്ങൾ മാത്രം ശീലമാക്കിയാൽ പോലും നിങ്ങൾ പണക്കാരനാകും, ജപ്പാൻകാരെ പോലെ. നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും, ലോകത്തിലെ ഏറ്റവും ചിലവേറിയ രാജ്യമായ ജപ്പാനിലെ ആളുകൾ എങ്ങനെയാണ് ഇത്രയും സമാധാനമായി ജീവിക്കുന്നത്? അവരവരുടെ പണം വളരെ ബുദ്ധിപൂർവ്വം സമ്പാദിക്കുന്നു. അതിനേക്കാളും ബുദ്ധിപൂർവമായി അവരവരുടെ പണം സേവ് ചെയ്യുകയും ചെയ്യുന്നു. പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ ആ രഹസ്യ ആയുധം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? വർഷങ്ങൾ പഴക്കമുള്ള ഒരു സാമ്പത്തിക രീതിയാണ് കക്കേബോ. എന്താണ് കക്കേബോ? എങ്ങനെയാണിത് വർക്കാകുന്നത്? അത് നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? എന്നിങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാകും. ഒരു സംശയവും വേണ്ട. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാകും. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫർമേറ്റീവ് വീഡിയോസ് ഈ ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് എന്താണ് കക്കേബോ എന്ന് മനസ്സിലാക്കാം. കക്കേബോ എന്നത് ജാപ്പനീസ് ഭാഷയിൽ വീട്ടുചെലവ് പുസ്തകം എന്നാണ് അർത്ഥം. ഇതൊരു ആപ്പല്ല, സോഫ്റ്റ്വെയർ അല്ല, എക്സൽ ഷീറ്റുമല്ല. ഇത് പണം സൂക്ഷ്മമായി ബോധപൂർവം അർത്ഥപൂർവം ചെലവാക്കാനുള്ള ഒരു പഴയ ജാപ്പനീസ് മെത്തേഡാണ്. 1904 ജപ്പാനിലെ ആദ്യ വനിതാ പത്രപ്രവർത്തകയായ ഹാനി മൊത്തോക്കയാണ് ഇത് ആദ്യമായി അവതരിപ്പിക്കുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു വ്യക്തി സമാധാനപരമായി ജീവിക്കണമെങ്കിൽ ആ വ്യക്തി ജീവിതത്തിൽ ചെലവാക്കുന്ന ഓരോ രൂപയും എന്തിനു വേണ്ടിയാണ് ചെലവാക്കിയതെന്ന് വ്യക്തമായൊരു ധാരണ ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകണം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജപ്പാനിലെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു ടെക്നിക് ഫോളോ ചെയ്ത് അവരുടെ ആ ഒരു സമ്പാദ്യശീലം മെച്ചപ്പെടുത്തി അവരിപ്പോൾ സന്തോഷമായി ജീവിക്കാനുള്ള കാരണം. ഇനി നമുക്ക് എങ്ങനെയാണ് കക്കേബോ ഫലപ്രദമായി മാറുന്നതെന്ന് നോക്കാം. സാധാരണ നമ്മളുടെ സാമ്പത്തിക ട്രാക്കിംഗ് മാർഗങ്ങൾക്ക് വേണ്ടി നമ്മൾ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ യാതൊരു ടെക്നോളജിയുടെയും ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് ഇത്രമാത്രമാണ്: ഒരു നോട്ട്ബുക്ക്, ഒരു പേന, പിന്നെ നിങ്ങൾ എവിടെ എന്തൊക്കെ ചിലവാക്കുന്നു എന്ന് സത്യസന്ധമായി നോട്ട് ചെയ്യാനുള്ള ഒരു മനോഭാവവും മാത്രമാണ്. ഇനി ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു 4 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓരോ മാസവും നിങ്ങൾ പ്രധാനമായും കക്കേബോയിൽ ഈ ഒരു 4 കാര്യങ്ങൾ എഴുതിയിരിക്കണം. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ കാര്യം: എനിക്ക് എത്ര പണമുണ്ട്? നിങ്ങൾക്ക് എത്ര തന്നെ സാലറി ആയിക്കൊള്ളട്ടെ, 10,000 അല്ലെങ്കിൽ 20,000, 30,000, അല്ലെങ്കിൽ 1 ലക്ഷമോ 10 ലക്ഷമോ, എത്ര തന്നെ ആയിക്കൊള്ളട്ടെ. ചെറുതോ വലുതോ അതൊന്നും നോക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ട് അത് വളരെ കൃത്യമായി ആ ഒരു ബുക്കിൽ എഴുതി സൂക്ഷിക്കുക. രണ്ടാമത്തെ കാര്യം: എത്ര രൂപയാണ് ഈ മാസം ഞാൻ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നമുക്കെല്ലാവർക്കും പണം സേവ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും അത് കൂടുതൽ ആളുകൾക്കും ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മൾക്ക് തന്നെ നമ്മളുടെ ചിലവ് എത്രയാണ്, വരവെത്രയാണ്, എത്രയാണ് നമ്മളുടെ കയ്യിലുള്ളത് എന്നുള്ള ഒരു ധാരണയില്ല. കിട്ടുന്നത് അങ്ങനെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിവിടെ കക്കേബോ ടെക്നിക് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും പാടില്ല. രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, നിങ്ങൾ എത്ര രൂപയാണ് ഈ മാസം സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് വളരെ കൃത്യമായി തന്നെ എഴുതി വയ്ക്കുക. മൂന്നാമത്തെ കാര്യം: എത്ര രൂപയാണ് ഞാൻ ചിലവാക്കുന്നത്? അതുമാത്രം എഴുതിയാൽ പോരാ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ആ പണം ചിലവാക്കിയത് എന്നും വളരെ വ്യക്തമായി എഴുതി വയ്ക്കുക. നാലാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം: ഈ മാസം ഞാൻ എന്തായാലും ഇത്രയും ചിലവാക്കി, എൻ്റെ പണം ഇത്രയാണ്, എല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ നാലാമതായി ചെയ്യേണ്ട കാര്യം, അടുത്ത മാസം എനിക്ക് എങ്ങനെ ഈ ഒരു ചിലവ് കുറയ്ക്കാൻ സാധിക്കും? ഇവിടെ നിങ്ങളെല്ലാം എഴുതുന്നത് നിങ്ങളുടെ കൈ കൊണ്ടാണ്. ആ ഒരു ബുക്കിൽ പേന ഉപയോഗിച്ച് നിങ്ങളുടെ കൈ കൊണ്ടാണ് എഴുതുന്നത്. നമ്മൾ മറ്റേതെങ്കിലും ആപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയറോ യൂസ് ചെയ്യുമ്പോൾ ഇതൊന്നും തന്നെ സംഭവിക്കുന്നില്ല. നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോണിൽ നോട്ട് പാഡിൽ എഴുതിയിടുകയാണെങ്കിൽ അതൊന്നും നമ്മളുടെ ഉള്ളിൽ ആഴത്തിൽ പതിക്കില്ല. പക്ഷേ ഈ ഒരു ടെക്നിക്കിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ ബെനിഫിറ്റായിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ഈ കൈ കൊണ്ട് എഴുതുന്നതിലൂടെ നമ്മളുടെ ഉള്ളിൽ ആ ഒരു എഴുത്ത് പതിയുന്നത് തന്നെയാണ്. നമുക്ക് വളരെ ഒരു നല്ല ബെനിഫിറ്റായിട്ട് എടുത്തു പറയാൻ സാധിക്കുന്നത്, കക്കേബോ ഫോളോ ചെയ്യുമ്പോൾ നമുക്കൊരു മനോഭാവം ഉടലെടുക്കേണ്ടതുണ്ട്. അതായത്, നിങ്ങളൊരു സാധനം വാങ്ങുന്നതിന് മുമ്പ് കക്കേബോ നിങ്ങളോട് ഒരു 6 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം: ആ ഒരു സാധനം എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണോ? അതായത്, നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ്. എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെന്ന് നമ്മുടെ ഉള്ളിലുണ്ടാകും. പക്ഷെ നമ്മൾ അതുവഴി ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സാധനങ്ങളും നമ്മളുടെ കണ്ണിൽപ്പെടുന്നു. അത് വാങ്ങണമെന്നുള്ള ഒരു ആഗ്രഹം വരുന്നു. നമ്മൾ അനാവശ്യമായി ആ ഒരു സാധനം വാങ്ങുന്നു. പക്ഷേ കക്കേബോ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കുക: ഈ ഒരു സാധനം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ ഘടകമാണോ? രണ്ടാമത്തെ ചോദ്യം: നമ്മൾക്കെല്ലാവർക്കും അറിയാം നമ്മളുടെ കയ്യിൽ എത്ര പൈസയാണുള്ളത്. ഈ ഒരു പൈസയ്ക്ക് ഈ ഒരു സാധനം വാങ്ങാൻ സാധിക്കുമോ? അല്ലെങ്കിൽ എൻ്റെ പൈസ ഈ ഒരു സാധനം വാങ്ങാൻ ഉപയോഗിക്കുന്നതിലൂടെ എന്തെങ്കിലും നഷ്ടം അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ് എനിക്കുണ്ടോ എന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
മൂന്നാമത്തെ കാര്യം, ഇത് ഞാൻ എത്രത്തോളം ഉപയോഗിക്കും. നമുക്കറിയാം, നമുക്ക് എമർജൻസി ആയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അത് വാങ്ങാതിരിക്കാൻ പറ്റില്ല. നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിയേ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് അനാവശ്യമായി കുറേ സാധനങ്ങൾ വാങ്ങണമെന്ന് തോന്നും. ആ ഒരു സാധനം നമ്മൾ എത്രത്തോളമാണ് നമ്മളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത്, നമുക്കതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ് അടുത്തൊരു ചോദ്യം. നാലാമത്തെ ചോദ്യം, ഈ ഒരു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയാൽ ആ ഒരു സാധനം വെക്കാൻ എൻ്റെ വീട്ടിൽ സ്ഥലമുണ്ടോ? നമ്മളുടെ ആഗ്രഹങ്ങൾ വലുതായിരിക്കും, പക്ഷേ അത് അഫോർഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മളുടെ കയ്യിലില്ല. ഒരുപക്ഷേ നമ്മുടെ കയ്യിൽ ആ ഒരു പണമുണ്ടെങ്കിലും ആ ഒരു സാധനം നമ്മളുടെ വീട്ടിൽ വെക്കാനുള്ള സൗകര്യമുണ്ടോ എന്നതുകൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അഞ്ചാമത്തെ ചോദ്യം, ഈ ഒരു സാധനം ഞാൻ ആദ്യമായി കണ്ടത് എവിടെയാണ്? ഏതെങ്കിലും പരസ്യത്തിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാണോ ഞാൻ കണ്ടത്? ഇത് പറയാനുള്ളൊരു കാരണം, നമ്മളെല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ആ ഒരു കാര്യത്തിലാണ്. അപ്പോൾ നമ്മളിവിടെ ചോദിക്കേണ്ട അഞ്ചാമത്തെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, എവിടെയാണ് ഈ സാധനം ആദ്യമായി കണ്ടത്? അതും ഒരു വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ആറാമത്തെ ചോദ്യം, ഈ ഒരു സാധനം ഞാൻ വാങ്ങുന്നത് ബോറടിച്ചിട്ടാണോ അല്ലെങ്കിൽ വികാരാതീതമായാണോ? ആ ഒരു ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നുണ്ടാവാം, ചിലർ ബിസിനസ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാവാം. ചില സമയത്ത് നമുക്ക് ബോറടി ഉണ്ടാകും, ഒന്നും ചെയ്യാനുണ്ടാവില്ല. ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഉടനെ ഫോൺ എടുക്കുന്നു, നമ്മൾ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, മീഷോ, മിന്ത്ര എന്നിങ്ങനെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് അനാവശ്യമായ സാധനങ്ങൾ വാങ്ങി നമ്മളുടെ സമയം കളയുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ വെറുതെ സമയം കളയാൻ വേണ്ടി നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മളുടെ പണം നൽകി വെറുതെ കളയേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ ഒരു 6 ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ചോദിച്ചുകൊണ്ട് വേണം നിങ്ങളൊരു സാധനം വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. കക്കേബോയിൽ ചിലവുകളെ 4ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അവ ഏതൊക്കെയാണെന്ന് ഇനി നോക്കാം. ആദ്യത്തേത് നീഡ്സ്, നമുക്ക് അത്യാവശ്യമായി വേണ്ട സാധനങ്ങൾ. ഉദാഹരണത്തിന് വാടക, ഭക്ഷണം, ഗതാഗതം, സ്കൂൾ ഫീസ്, മരുന്നുകൾ എന്നിങ്ങനെ നമ്മളുടെ അത്യാവശ്യമായ സാധനങ്ങൾ. അതിനെ ഒരു ഭാഗത്ത് നമ്മൾ എഴുതി വെക്കുക, നമ്മുടെ നീഡ്സ് എന്ന ഭാഗത്തേക്ക് അത് എഴുതി വെക്കുക. രണ്ടാമത്തേത് വാണ്ട്സ്, അതായത് ആഗ്രഹങ്ങൾ. അത് മറ്റൊരു സ്ഥലത്ത് എഴുതി വെക്കുക. അതിനുദാഹരണമാണ് വസ്ത്രങ്ങൾ, ഹോട്ടലുകൾ, ഫേർണിച്ചറുകൾ, സിനിമ, റെസ്റ്റോറൻറ്റ് എന്നിവയെല്ലാം നമ്മളുടെ ആവശ്യങ്ങളാണ്. അതും മറ്റൊരു സ്ഥലത്ത് നിങ്ങൾ എഴുതി വെക്കുക. മൂന്നാമത്തേത് കൾച്ചർ ഓർ ഇംപ്രൂവ്മെൻറ്റ്, അതായത് സംസ്കാരം അല്ലെങ്കിൽ വ്യക്തിഗത വളർച്ച, നമ്മളുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പണം. ആ ചിലവുകൾ അവിടെ എഴുതി വെക്കുക. അതിനുദാഹരണങ്ങളാണ് പുസ്തകങ്ങൾ, പുതിയ ഏതെങ്കിലും കോഴ്സുകൾ അല്ലെങ്കിൽ ജിം, വർക്ക്ഷോപ്പുകൾ എന്നിവയൊക്കെ ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. നാലാമത്തേത് ലക്ഷറി. അതിൽ വരുന്നവയാണ് വില കൂടിയ കാറുകൾ, വിദേശയാത്രകൾ, പുകയില അല്ലെങ്കിൽ മദ്യപാനം എന്നിവയൊക്കെയെല്ലാം ഈ ഒരു ലക്ഷറിയുടെ കാറ്റഗറിയിലാണ് വരുന്നത്. ഇവിടെ ഈ 4 കാറ്റഗറിയായി തിരിച്ചിരിക്കുന്നതിൻ്റെ കാരണം നമുക്കിനി പറയാം. നമ്മൾ പറഞ്ഞു നമ്മളുടെ നീഡ്സ്, വാണ്ട്സ്, അതുപോലെ തന്നെ നമ്മളുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, പിന്നെ ലക്ഷറി. നമ്മൾ ഇത്തരത്തിൽ 4 രീതിയിൽ നമ്മളുടെ ചിലവുകളെ തരംതിരിക്കുകയാണെങ്കിൽ നമ്മളുടെ നീഡ്സ്, നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ ബാക്കി അനാവശ്യ കാര്യങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറേ പണം സേവ് ചെയ്യാൻ സാധിക്കുകയും അങ്ങനെ നമ്മളുടെ സമ്പാദ്യശീലം മെച്ചപ്പെടുത്താനും സാധിക്കും. അതിനുവേണ്ടിയാണ് നമ്മളുടെ ഈ ഒരു ചിലവുകളെ 4ആയി തരംതിരിച്ചിരിക്കുന്നത്. ഇതും കക്കേബോയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഇനി നമുക്ക് കക്കേബോയുടെ സംരക്ഷണ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വീഡിയോയുടെ ഇത്രയും ഭാഗം നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കക്കേബോ ആ ഒരു ടെക്നിക് ഫോളോ ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു 5 ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ ബാങ്ക് ബാലൻസ് നിരന്തരം പരിശോധിക്കുക. നമ്മുടെ സാലറി വരുന്ന ആ ഒരു 2 ആഴ്ച നമ്മുടെ അക്കൗണ്ട് എപ്പോഴും ഫുള്ളായിരിക്കും, നമുക്ക് കുറേ ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ മാസാവസാനമാവുമ്പോൾ ആ ഒരു അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യുന്നത് നമുക്കൊരു ടെൻഷനാണ്. കാരണം എത്ര രൂപയുണ്ടാകും, ബാക്കി എന്തെങ്കിലും ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമായിരിക്കും. അപ്പോൾ നിങ്ങൾ കക്കേബോ ടെക്നിക് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ദിവസേന ചിലവുകൾക്ക് ക്യാഷ് ഉപയോഗിക്കുക. ഗൂഗിൾ പേ വളരെ നല്ല കാര്യമാണ്, പക്ഷേ ഗൂഗിൾ പേ വന്നതിന് ശേഷം പൈസ ഏതു വഴിക്കാണ് പോകുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ നമ്മളുടെ ദിവസേനയുള്ള ആ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പൈസ ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ രൂപയും എന്തിനാണ് ഉപയോഗിച്ചതെന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചിലവ് കുറയ്ക്കാനും അങ്ങനെ നമുക്ക് കുറേ പണം സേവ് ചെയ്യാനും സാധിക്കും. മൂന്നാമത്തെ കാര്യം, ഡിസ്കൗണ്ട് ഡ്രാമയിൽ വീഴരുത്. നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, ഓഫർ ഉണ്ടെന്ന് കേട്ടാൽ എല്ലാവരും അങ്ങോട്ട് ഓടിപ്പോകും. 1000 രൂപയുടെ സാധനം 999 എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് പിന്നാലെ പോകും. അപ്പോൾ ഈ ഒരു ഓഫർ ഡ്രാമയിലൊന്നും വീഴാതെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങി ജീവിക്കുക. നാലാമത്തെ കാര്യം, നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നൊരു കാര്യമാണ്, എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഇത് വേണോ വേണ്ടേ, എടുത്താൽ നല്ലതാണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അത്തരത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു 24 മണിക്കൂർ സമയം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നൽകുക. ആ ഒരു സാധനം വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഓക്കെ,
അല്ലെങ്കിൽ വെറുതെ സമയം കളയാൻ വേണ്ടി നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മളുടെ പണം നൽകി വെറുതെ കളയേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ ഒരു 6 ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ചോദിച്ചുകൊണ്ട് വേണം നിങ്ങളൊരു സാധനം വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. കക്കേബോയിൽ ചിലവുകളെ 4 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അവ ഏതൊക്കെയാണെന്ന് ഇനി നോക്കാം. ആദ്യത്തേത് നീഡ്സ്, നമുക്ക് അത്യാവശ്യമായി വേണ്ട സാധനങ്ങൾ. ഉദാഹരണത്തിന് വാടക, ഭക്ഷണം, ഗതാഗതം, സ്കൂൾ ഫീസ്, മരുന്നുകൾ എന്നിങ്ങനെ നമ്മളുടെ അത്യാവശ്യമായ സാധനങ്ങൾ. അതിനെ ഒരു ഭാഗത്ത് നമ്മൾ എഴുതി വെക്കുക, നമ്മുടെ നീഡ്സ് എന്ന ഭാഗത്തേക്ക് അത് എഴുതി വെക്കുക. രണ്ടാമത്തേത് വാണ്ട്സ്, അതായത് ആഗ്രഹങ്ങൾ. അത് മറ്റൊരു സ്ഥലത്ത് എഴുതി വെക്കുക. അതിനുദാഹരണമാണ് വസ്ത്രങ്ങൾ, ഹോട്ടലുകൾ, ഫേണിച്ചറുകൾ, സിനിമ, റെസ്റ്റോറൻറ്റ് എന്നിവയെല്ലാം നമ്മളുടെ ആവശ്യങ്ങളാണ്. അതും മറ്റൊരു സ്ഥലത്ത് നിങ്ങൾ എഴുതി വെക്കുക. മൂന്നാമത്തേത് കൾച്ചർ ഓർ ഇംപ്രൂവ്മെൻറ്റ്, അതായത് സംസ്കാരം അല്ലെങ്കിൽ വ്യക്തിഗത വളർച്ച, നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പണം. ആ ചിലവുകൾ അവിടെ എഴുതി വെക്കുക. അതിനുദാഹരണങ്ങളാണ് പുസ്തകങ്ങൾ, പുതിയ ഏതെങ്കിലും കോഴ്സുകൾ, അല്ലെങ്കിൽ ജിം, വർക്ക്ഷോപ്പുകൾ എന്നിവയൊക്കെ ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. നാലാമത്തേത് ലക്ഷറി. അതിൽ വരുന്നവയാണ് വില കൂടിയ കാറുകൾ, വിദേശയാത്രകൾ, പുകയില അല്ലെങ്കിൽ മദ്യപാനം എന്നിവയൊക്കെ എല്ലാം ഈ ഒരു ലക്ഷറിയുടെ കാറ്റഗറിയിലാണ് വരുന്നത്. ഇവിടെ ഈ 4 കാറ്റഗറിയായി തിരിച്ചിരിക്കുന്നതിൻ്റെ കാരണം നമുക്കിനി പറയാം. നമ്മൾ പറഞ്ഞു നമ്മുടെ നീഡ്സ്, വാണ്ട്സ്, അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, പിന്നെ ലക്ഷറി. നമ്മൾ ഇത്തരത്തിൽ 4 രീതിയിൽ നമ്മളുടെ ചിലവുകളെ തരംതിരിക്കുകയാണെങ്കിൽ നമ്മുടെ നീഡ്സ്, നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ ബാക്കി അനാവശ്യ കാര്യങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറേ പണം സേവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മളുടെ സമ്പാദ്യശീലം മെച്ചപ്പെടുത്താനും സാധിക്കും. അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ ഒരു ചിലവുകളെ 4 ആയി തരംതിരിച്ചിരിക്കുന്നത്. ഇതും കക്കേബോയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഇനി നമുക്ക് കക്കേബോയുടെ സംരക്ഷണ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വീഡിയോയുടെ ഇത്രയും ഭാഗം നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കക്കേബോ ആ ഒരു ടെക്നിക് ഫോളോ ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു 5 ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ ബാങ്ക് ബാലൻസ് നിരന്തരം പരിശോധിക്കുക. നമ്മുടെ സാലറി വരുന്ന ആ ഒരു 2 ആഴ്ച നമ്മുടെ അക്കൗണ്ട് എപ്പോഴും ഫുള്ളായിരിക്കും. നമുക്ക് കുറേ ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ മാസാവസാനമാകുമ്പോൾ ആ ഒരു അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യുന്നത് നമുക്കൊരു ടെൻഷനാണ്. കാരണം എത്ര രൂപയുണ്ടാകും, ബാക്കി എന്തെങ്കിലും ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമായിരിക്കും. അപ്പോൾ നിങ്ങൾ കക്കേബോ ടെക്നിക് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ദിവസേന ചിലവുകൾക്ക് ക്യാഷ് ഉപയോഗിക്കുക. ഗൂഗിൾ പേ വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഗൂഗിൾ പേ വന്നതിന് ശേഷം പൈസ ഏത് വഴിക്കാണ് പോകുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ നമ്മളുടെ ദിവസേനയുള്ള ആ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പൈസ ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ രൂപയും എന്തിനാണ് ഉപയോഗിച്ചത് എന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചിലവ് കുറയ്ക്കാനും അങ്ങനെ നമുക്ക് കുറേ പണം സേവ് ചെയ്യാനും സാധിക്കും. മൂന്നാമത്തെ കാര്യം, ഡിസ്കൗണ്ട് ഡ്രാമയിൽ വീഴരുത്. നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഓഫർ ഉണ്ടെന്ന് കേട്ടാൽ എല്ലാവരും അങ്ങോട്ട് ഓടിപ്പോകും. 1000 രൂപയുടെ സാധനം 999 എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനു പിന്നാലെ പോകും. അപ്പോൾ ഈ ഒരു ഓഫർ ഡ്രാമയിലൊന്നും വീഴാതെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങി ജീവിക്കുക. നാലാമത്തെ കാര്യം, നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഇത് വേണോ വേണ്ടേ, എടുത്ത നല്ലതാണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അത്തരത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു 24 മണിക്കൂർ സമയം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നൽകുക. ആ ഒരു സാധനം വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അപ്പോഴും 24 മണിക്കൂറിന് ശേഷവും ആ ഒരു സാധനം വേണമെന്ന് തോന്നിയാൽ അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്, നിങ്ങൾ വാങ്ങും. അല്ലെങ്കിൽ അതിനോടകം തന്നെ നിങ്ങൾക്കത് വേണ്ട എന്നൊരു ബോധ്യം നിങ്ങൾക്ക് സ്വന്തമായി തന്നെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു സമയം കൊടുക്കുന്നതും ഒരു ബെറ്റർ ഓപ്ഷനാണ്. അഞ്ചാമത്തെ കാര്യം, ദിവസേനയുള്ള ചിലവുകൾ വളരെ വ്യക്തമായി എഴുതി വെക്കുക. 1 രൂപ നിങ്ങൾ ചിലവാക്കിയാലും അതും വളരെ വ്യക്തമായി എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് അനാവശ്യമായി നിങ്ങളുടെ പണം വേസ്റ്റ് ആകുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പോൾ കാക്കേബോ ഒരു ജാപ്പനീസ് ടെക്നിക്കാണ്. ഒരു ബുക്കും ഒരു പേനയും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്കും ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ചിലവുകളും വരവുകളും ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക. അതുപോലെ തന്നെ നിങ്ങളൊരു സാധനം വാങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ ചിന്തിക്കണം, അതുപോലെ തന്നെ എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ വാങ്ങേണ്ടത് എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജാപ്പനീസ് ടെക്നോളജി ഫോളോ ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ മുകളിൽ കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആരംഭിച്ചത്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം.
അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെക്കുറിച്ച് കൂടുതലായി അറിയണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.